പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ദൈവശബ്ദമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ദൈവശബ്ദമായി നിങ്ങളുടെ മുമ്പിൽ കടന്നു വരുവാൻ സ്വർഗം ഒരുക്കിയ സാവകാശമോർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ് എത്ര നല്ലവൻ, സർവശക്തനാകിയാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഓരോ ദിവസവും നമ്മളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും കരുതുകയും സൂക്ഷിക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് ഞാൻ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ കേൾക്കുന്ന പ്രവചന ശബ്ദങ്ങൾ അത് കേൾക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്നു എന്ന് കേൾക്കുന്നതിൽ അറിയുന്നതിൽ സന്തോഷമുണ്ട്. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഒത്തിരി പേര് പ്രാർത്ഥന റിക്വസ്റ്റിന് വേണ്ടി വിളിക്കാറുണ്ട്. ആമേൻ. ഒത്തിരി പേർ രോഗികളായിരിക്കുന്നവർ വിളിക്കാറുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒത്തിരി രോഗികളായിരിക്കുന്നവർ വിളിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അവർക്ക് സൗഖ്യം കർത്താവ് കൊടുക്കുന്നവർക്ക് ഞാൻ ദൈവത്തെ നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ് എത്ര നല്ലവനാണ്. കർത്താവ് സർവശക്തനാണ്. നമ്മുടെ ഏത് കാര്യത്തിനും ദൈവം മതിയായവനാണ്. നമ്മുടെ ഏത് കാര്യത്തിനും യേശു നമുക്ക് മതിയായവനാണ്. നിങ്ങളായിരിക്കുന്ന പ്രതിസന്ധിയിൽ, നിങ്ങളായിരിക്കുന്ന രോഗത്തിൽ, നിങ്ങളായിരിക്കുന്ന നുറങ്ങുന്ന വിഷയത്തിൽ ഇറങ്ങി വന്ന് നിങ്ങളെ വിടുവിക്കാൻ കഴിയുന്ന, നിങ്ങളെ സൗഖ്യമാക്കാൻ കഴിയുന്ന, നിങ്ങളെ എഴുന്നേൽപ്പിക്കാൻ കഴിയുന്ന യേശു ഇന്നും ജീവിക്കുന്നു. ഒത്തിരി നുറുക്കം അനുഭവിക്കുന്നവർ, ഞാൻ ഈ കഴിഞ്ഞ ദിവസത്തെ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എന്നോട് സംസാരിച്ച ദൈവശബ്ദങ്ങളെ ഞാൻ കൈമാറാൻ ആഗ്രഹിക്കുന്നു. ഒത്തിരി നുറുക്കം അനുഭവിക്കുന്നവർ ദൈവനാമത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചു, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചു, കർത്താവിന് വേണ്ടി വേർതിരിയപ്പെട്ടു, അല്ലെങ്കിൽ ഒത്തിരി പ്രാർത്ഥിക്കുന്നു, ഉപവസിക്കുന്നു, ദൈവത്തോട് അടുക്കും തോറും നുറുക്കം അനുഭവിക്കുന്നു. ഇങ്ങനെ പലരും എന്നെ വിളിക്കാറുണ്ട്. എന്നെ പെന്തക്കോസ്തുകാർ മാത്രമല്ല, ഒത്തിരി മറ്റുള്ള ജനങ്ങൾ എല്ലാം എന്നെ വിളിക്കാറുണ്ട്. നാനാ ക്രൈസ്തവ മാർഗത്തിൽ നിന്നുള്ളവർ, ഹൈന്ദവരായവർ, എല്ലാ സഹോദരനെ വിളിക്കാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. അവർക്ക് അവരുടെ എല്ലാം ജീവിതത്തിൽ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യുന്നവർ ഞാൻ ദൈവത്തെ നന്ദിയോട് വാഴ്ത്തുന്നു. യേശു നമ്മളെ എല്ലാവരുടെയുമാണ്. ആമേൻ. അവൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും അവൻ സമീപസ്ഥനാണ്. ആമേൻ. ഒന്നേ ഉള്ളൂ, അവൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുക. യേശുവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുക. അവൻ നിൻ്റെ അരികത്ത് വരും, നിന്നെ സൗഖ്യമാക്കും, നിന്നെ വിടുവിക്കും. ഞാനിത് പ്രാർത്ഥിക്കുമ്പോൾ എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞ ചില കാര്യങ്ങൾ ആമേൻ നുറുകിയിരിക്കുന്ന ജനത്തോട് കൈമാറാൻ തന്ന ദൈവശബ്ദം. ആമേൻ. അതിന് നമ്മൾ പല വിഷയത്തിലാണ് നുറുക്കം അനുഭവിക്കുന്നത്. നമ്മൾ പല ചോദ്യങ്ങൾ, കർത്താവേ എന്തുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടും ഈ നുറുക്കം ഞാൻ അനുഭവിക്കുന്നു? പല ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്, നമ്മൾ ചോദിക്കാറുണ്ട്. ആമേൻ. ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ ചില വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം. അവൻ ആ 5 അപ്പവും 2 മീനും എടുത്തുകൊണ്ട് സ്വർഗത്തിലേക്ക് നോക്കി അവയെ അനുഗ്രഹിച്ചു നുറുക്കി പുരുഷാരത്തിന് വിളമ്പുവാൻ ശിഷ്യന്മാരുടെ കയ്യിൽ കൊടുത്തു. എല്ലാവരും തിന്ന് തൃപ്തരായി. ഞാൻ അതിൻ്റെ അകത്ത് ഒരു പദം മാത്രം എടുക്കുന്നു, അനുഗ്രഹിച്ചു നുറുക്കി. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമുക്കെല്ലാവർക്കും അനുഗ്രഹം ഭയങ്കര ഇഷ്ടമാണ്. അനുഗ്രഹം വേണ്ടാത്ത ആരുമില്ല. അനുഗ്രഹം ഭയങ്കര ഇഷ്ടമാണ്. അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു നമ്മൾ ഇരിക്കുന്നത്. കർത്താവെ തലമുറ അനുഗ്രഹിക്കപ്പെടണം, കുടുംബം അനുഗ്രഹിക്കപ്പെടണം, ശുശ്രൂഷ അനുഗ്രഹിക്കപ്പെടണം, ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടണം. അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. പക്ഷേ അനുഗ്രഹം പ്രതീക്ഷിക്കുന്നവർ ഒരു കാര്യം ചിന്തിക്കണം, ഒരു കാര്യം നിങ്ങൾ ഏറ്റെടുത്തേ പറ്റൂ. അനുഗ്രഹം ആഗ്രഹിക്കുന്നവരുണ്ടോ? ഒരു നുറുക്കമുണ്ട്. അനുഗ്രഹം ആഗ്രഹിക്കുന്നവരുണ്ടോ? നിങ്ങൾക്ക് ഒരു നുറുക്കവും ഉണ്ട്. ആമേൻ. പക്ഷെ നീ നുറുങ്ങപ്പെടുമ്പോഴും അവൻ്റെ കൈ തന്നെയാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. യേശുവിൻ്റെ അടുക്കൽ വന്ന ജനത്തോട് ദൈവരാജ്യം പ്രസംഗിച്ചു, രോഗികളെ സൗഖ്യമാക്കി, അവർക്ക് കഴിക്കാൻ ആഹാരവും യേശു കൊടുത്തു. ആമേൻ. അങ്ങനെ യേശുവിൻ്റെ കൂടെ ഇരുന്ന ജനത്തിന് ഭക്ഷിക്കാൻ, അവർക്ക് കഴിക്കാൻ ഒന്നുമില്ലാതെ വന്നപ്പോൾ ആമേൻ ശിഷ്യന്മാർ പറഞ്ഞു, സന്ധ്യയാകാൻ പോവുകയാണ്. ജനങ്ങൾ അവരുടെ ഭവനങ്ങളിലോ അവരുടെ ഗ്രാമങ്ങളിലോ പോയി അവർ
അവർ ഭക്ഷിക്കട്ടെ, അവരെ പറഞ്ഞയക്കാൻ പറഞ്ഞു. അപ്പോൾ യേശു പറഞ്ഞു, ഇല്ല, പറഞ്ഞയക്കേണ്ട, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കും എന്ന് പറഞ്ഞു. നിങ്ങൾ തന്നെ അവർ ഭക്ഷ്യം കൊടുക്കും. അവർ പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല, ആകെയുള്ളത് 5 അപ്പവും 2 മീനും. അത് ഇത്രയും പേർക്ക് എന്തുണ്ട്? ഞങ്ങൾക്ക് പോലും തികയത്തില്ല. അവർ ദാരിദ്ര്യമാണ് പറയുന്നത്, അവരുടെ ഇല്ലായ്മ, ഉള്ള അവസ്ഥ പറയുന്നത്. അവർക്ക് കയ്യിലില്ല, അതേ ഉള്ളൂ. പക്ഷേ അവിടെ കർത്താവ് പറയുന്നു, 5 അപ്പവും 2 മീനും ഉണ്ടോ? അത് മതി. ജനത്തെ പന്തിയായി ഇരുത്താൻ പറയുന്നു. നമുക്ക് ആ ഭാഗങ്ങളൊക്കെ അറിയാം. പന്തിയായി ഇരുത്താൻ പറയുന്നു. അവർ ആ പന്തിയായി ഇരുത്തി, 50 വീതം ഇരുത്തി. യേശു ആ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി അതിനെ അനുഗ്രഹിച്ചു നുറുക്കി എന്നവിടെ കാണും. അനുഗ്രഹിച്ചു, അത് ഇഷ്ടപ്പെട്ടു. പക്ഷെ നുറുക്കിയത് അത് നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഓക്കെ, ആ അപ്പം എടുത്ത് പിടിക്കുമ്പോൾ ആ അപ്പം പറയുകയാണ്, ഞാൻ യേശുവിൻ്റെ കരത്തിലാണ്, ഞാൻ യേശുവിൻ്റെ കരത്തിലായിരിക്കുന്നത്. എൻ്റെ ദൈവം അനുഗ്രഹിച്ചു, ഇത്ര ഉയർത്തി, ഇത്ര ജനങ്ങളുടെ മധ്യയെ എന്നെ എടുത്ത് ഉയർത്തിയല്ലോ. പക്ഷെ ആ ഉയർത്തിയ കൈകൾ കൊണ്ട് തന്നെ, ആ ഉയർത്തിയ കൈകൾ കൊണ്ട് തന്നെ ആ അപ്പത്തെ യേശു നുറുക്കുകയാണ്. നുറുങ്ങപ്പെടുമ്പോൾ ആ അപ്പം പറയുന്നുണ്ട്, അയ്യോ, ഞാൻ ഇത്രയും അനുഗ്രഹിക്കപ്പെട്ടത്, ഇത്രയും ഉയർത്തപ്പെട്ടത് ഞാൻ നുറുക്കം അനുഭവിക്കാനാണോ എന്ന് ആ അപ്പം ചോദിക്കുന്നുണ്ടാവാം. പക്ഷേ ആ അപ്പത്തിനോട് എനിക്ക് പറയാനുള്ളത്, നീ അനുഗ്രഹിക്കപ്പെട്ടപ്പോഴും നീ യേശുവിൻ്റെ കരത്തിലാണ്, നീ നുറുക്കം അനുഭവിക്കുമ്പോഴും യേശുവിൻ്റെ കരത്തിലാണ്. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഇത് നുറുക്കം അനുഭവിക്കുന്ന ചില വ്യക്തികളോടുള്ള ദൈവശബ്ദമാണ്. നീ അനുഗ്രഹിക്കപ്പെട്ടപ്പോഴും നീ യേശുവിൻ്റെ കരത്തിലാണ്. നീ നുറുക്കം അനുഭവിക്കുമ്പോഴും, നീ കഷ്ടത അനുഭവിക്കുമ്പോഴും നീ അവൻ്റെ കരത്തിൽ തന്നെയാണ്. നീ പുറത്തു പോയിട്ടില്ല, നിന്നെ പുറത്ത് കളഞ്ഞിട്ടില്ല. അവൻ്റെ കൈക്കകത്ത് വെച്ച് തന്നെയാണ് നിന്നെ നുറുക്കുന്നത്. ആ അപ്പം ചോദിക്കുന്നു, എന്തിനാ എന്നെ ഇങ്ങനെ നുറുക്കുന്നേ? ഇത്രയും ജനത്തിൻ്റെ മുമ്പിൽ വെച്ച് എന്നെ എടുത്ത് അനുഗ്രഹിച്ചിട്ട് എന്തിനാ എന്നെ നുറുക്കുന്നേ? അപ്പോൾ യേശുവിന് പറയാനുള്ളത്, നീ ഇവിടെ നുറുങ്ങപ്പെട്ടെങ്കിൽ മാത്രമേ നിനക്ക് വർധനവുണ്ടാകത്തുള്ളൂ. ആമേൻ. നീ നുറുങ്ങപ്പെട്ടെങ്കിൽ മാത്രമേ ഈ നിൽക്കുന്ന ആയിരങ്ങൾക്ക് തൃപ്തി വരത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. നീ നുറുങ്ങപ്പെടുന്നതിന് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. രാമൻ പറയാമോ? നീ നുറുങ്ങപ്പെടുന്നതിന്, നിന്റെ കുടുംബം നുറുങ്ങപ്പെടുന്നതിന്, ശുശ്രൂഷകനായിരിക്കുന്ന അഭിഷിക്തന്മാരോട് ഞാൻ പറയുന്നു, നിങ്ങൾ നുറുങ്ങപ്പെടുന്നതിന്, ദൈവമക്കളായിരിക്കുന്നവരോട് ഞാൻ പറയുന്നു, നിങ്ങൾ നുറുങ്ങപ്പെടുന്നതിന് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആദ്യ വിശ്വാസത്തിൽ ഇറങ്ങിയപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു, വളരെ ഹാപ്പിയായി സന്തോഷമായി ഞങ്ങൾ പോയതാണ്, ഒരു കുഴപ്പമില്ലായിരുന്നു പാസ്റ്ററെ, വളരെ സന്തോഷമായിരുന്നു. പക്ഷേ എന്തോ പെട്ടെന്ന് മോൻ്റെ ജോലി പോയി, മോളുടെ ജോലി പോയി, അവിടെ ഫാമിലി ഇഷ്യൂസായി, ഹസ്ബൻഡ് ജോലി പോയി, ആകെ പ്രതിസന്ധി. മൊത്തത്തിൽ ആൾക്കാർ ചോദിക്കുക, എന്തുകൊണ്ട് നീ വിശ്വാസത്തിൽ ഇറങ്ങിയിട്ട്, എന്തുകൊണ്ട് നീ പ്രാർത്ഥിച്ചു, എന്തുകൊണ്ട് നീ പള്ളിയിൽ പോയിട്ട് നിൻ്റെ തലമുറ ഇങ്ങനെയായിപ്പോയി, നീ ഇങ്ങനെയായിപ്പോയി, എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ നഷ്ടം സംഭവിക്കുന്നു, ബിസിനസ് ഡൗൺ ആകുന്നു, ബിസിനസ് നഷ്ടമാകുന്നു, കടം കയറുന്നു, ആകെ കടക്കാർ മുമ്പിൽ വരുന്നു, ബാങ്കുകാർ വരുന്നു, ആകെ പ്രതിസന്ധി, ആകെ പ്രശ്നങ്ങൾ, എന്ത് ചെയ്യണമെന്നറിയത്തില്ല. ആകെ നുറുക്കം അനുഭവിക്കുന്ന കുടുംബങ്ങളോട്, നുറുക്കം അനുഭവിക്കുന്ന വ്യക്തികളോട് പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം ഞാൻ കൈമാറുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം ഞാൻ കൈമാറുകയാണ്. ആമേൻ. നിങ്ങൾ നുറുങ്ങപ്പെടുന്നത് ദൈവം അറിയാതെയല്ല, ദൈവം അറിഞ്ഞ് തന്നെയാണ്. നിങ്ങളുടെ ഇപ്പോഴത്തെ നുറുക്കം, നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രതിസന്ധി, ഈ നുറുക്കത്തിൻ്റെ അകത്തൊരു വർധന ഉണ്ടാകാൻ പോകുന്നു. ആമേൻ.
വിശ്വസിക്കാൻ പറ്റുമോ? നിങ്ങൾ പെടുമ്പോഴും നിങ്ങൾ യേശുവിൻ്റെ കരത്തിലാണ്. നിങ്ങൾ നഷ്ടപ്പെട്ടു പോലും ഒരു കഷണം പോലും ആമേൻ ആ കൈക്കകത്തുനിന്ന് പുറത്തു പോകത്തില്ല. അതായത് നിങ്ങൾ നുറുങ്ങപ്പെടുമ്പോഴും ആമേൻ നിങ്ങളുടെ വീടിൻ്റെ അകത്തുനിന്ന് ഒന്നുപോലും നഷ്ടപ്പെട്ടു പോകാതെ നിങ്ങളെ സുരക്ഷിതമായി സൂക്ഷിക്കാൻ കഴിയുന്നവൻ്റെ കരത്തിലാണ് നിങ്ങൾ ഇരിക്കുന്നത് എന്ന് വിശ്വസിക്കുക. പ്രൈസ് ദ ലോർഡ്. ആമേൻ. ഒന്നുപോലും നഷ്ടപ്പെട്ടു പോകത്തില്ല. നോക്കിയേ, അവിടെ അവർ തിന്ന് ശേഷിച്ച് കഴിഞ്ഞ ശേഷം കർത്താവ് പറയുക, ശേഷിച്ച കഷ്ണങ്ങൾ പെറുക്കെടുക്കുക. അത് നിലത്തിട്ട് ചവിട്ടാനോ അത് കളയാനോ ദൈവം അനുവദിക്കത്തില്ല. ഒരു കഷ്ണം പോലും ഒന്നുപോലും നിന്റെ വീട്ടിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. പ്രൈസ് ദ ലോർഡ്. അത്ര കരുതലിൻ്റെ അകത്താണ് നീയും നിൻ്റെ കുടുംബം ഇരിക്കുന്നത്. അത്ര കരുതലിൻ്റെ അകത്താണ് നമ്മളും കുടുംബം ഇരിക്കുന്നത്. ഞാനും എൻ്റെ കുടുംബം ഇരിക്കുന്നത് അതുപോലെയുള്ള കരത്തിൻ്റെ അകത്താണ്. ഞാൻ യേശുവിൻ്റെ കരത്തിൻ്റെ അകത്തായിരിക്കുന്നത്. ആമേൻ. നുറുങ്ങപ്പെടുമ്പോഴും ആമേൻ തകർച്ച അനുഭവിക്കുമ്പോഴും പ്രതിസന്ധി വരുമ്പോഴും പ്രതികൂലങ്ങൾ വരുമ്പോഴും ആമേൻ ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ യേശുവുണ്ട്. ഞാൻ യേശുവിൻ്റെ കരത്തിൻ്റെ അകത്താണ്. ഞാൻ നഷ്ടപ്പെടുവാൻ അവൻ അനുവദിക്കത്തില്ല. ഈ നുറക്കത്തിൻ്റെ പിന്നിൽ ആമേൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ആമേൻ. മിനിറ്റുകൾ കഴിയും മുമ്പേ, ദിവസങ്ങൾ മാസങ്ങൾ കഴിയും മുമ്പേ ആമേൻ എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് വർധനവ് ഞാൻ കാണാൻ പോകുന്നു. ആമേൻ. പ്രൈസ് ദ ലോർഡ്. അത് വിശ്വസിക്കാൻ പറ്റുമോ? നീ ഒരു വർധനവിൻ്റെ അകത്തേക്ക് കയറാൻ പോകുന്നു. ഇത് ആമേൻ പറഞ്ഞ് സ്വീകരിക്കാൻ പറ്റുന്നവർ സ്വീകരിച്ചു. നിന്റെ തലമുറ, നിന്റെ കുടുംബം ഒരു വർധനവിൻ്റെ അകത്തേക്ക് ആമേൻ കയറാൻ പോവുകയാണ്. ഹോ ശബലഘടകമനീയ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഈ ദൂതകൾ ചില കുടുംബങ്ങളുടെ അകത്തേക്ക് കടഭാരത്താൽ തകർന്നിരിക്കുന്ന ആമേൻ ബാങ്കിൽ ലോൺ എടുത്ത് ആമേൻ ആകെ ആമേൻ മരണം മാത്രം മുമ്പിൽ കണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ നിരാശപ്പെട്ടിരിക്കുന്ന കുടുംബത്തിൻ്റെ അകത്തേക്ക് കർത്താവിൻ്റെ കരുതലിൻ്റെ വർധനവിൻ്റെ കരം വെളിപ്പെട്ടു വരട്ടെ. ജീസസ്. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. നീ വിശ്വസിക്കുക. നോക്കി, അവിടെ ശിഷ്യന്മാർ ഒന്നുമില്ലെന്ന് പറഞ്ഞ ശിഷ്യന്മാരോട് പറഞ്ഞു, വിളമ്പിക്കോളാൻ പറഞ്ഞു. ഒന്നുമില്ല, ഇത് തികയത്തില്ല, ഇത് ഒന്നുമാകത്തില്ല, ഇത് ഈ കയ്യിലിരിക്കുന്ന ഈ 5 അപ്പം കൊണ്ട് ഇവിടെ എന്ത് ചെയ്യാനാ എന്ന് ചോദിച്ചവരെ കൊണ്ട് തന്നെ കർത്താവ് ആയിരങ്ങളെ തൃപ്തിപ്പെടുത്തുമാറ് ആയിരങ്ങൾക്ക് വിളമ്പിച്ച ഒരു യേശു ഇന്നും ജീവിക്കുന്നു. ആമേൻ. ഇല്ലെന്ന് പറയുന്നു, ഇത് തികയത്തില്ല, ഇതുകൊണ്ട് ജീവിതം മുമ്പോട്ട് പോകത്തില്ല, ഇതുകൊണ്ട് തൃപ്തി വരത്തില്ല, ഇതുകൊണ്ട് ഞാൻ എങ്ങനെ ഈ കടം വീട്ടാനാണ് എന്ന് ചോദിക്കുന്നവരോട് നിന്റെ കയ്യിലിരിക്കുന്നതിന് ഒരു വർധനവ് ദൈവം തരുമെന്ന് വിശ്വസിക്കാവൂ. ആമേൻ. നിന്റെ എല്ലാ ഞെരുക്കങ്ങളും മാറ്റുന്ന വിധത്തിലുള്ള വർധനവിനെ ദൈവം നിന്റെ കരത്തിൽ തരാൻ പോകുന്നു. ആമേൻ. നീ ഇല്ലെന്ന് പറഞ്ഞ നിന്റെ കരം കൊണ്ട് തന്നെ നീ ആയിരങ്ങൾക്ക് വിളമ്പിക്കൊടുക്കുന്ന വിധത്തിൽ, ആയിരങ്ങൾക്ക് കൊടുക്കുന്ന വിധത്തിൽ നിന്നെ അനുഗ്രഹിക്കുന്ന ഒരു യേശുവുണ്ട്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഇല്ലെന്ന് പറഞ്ഞവന്മാരെ കൊണ്ട് തന്നെ എന്ത് ചെയ്തു? ജനത്തിന് തൃപ്തി വരുന്നവരെയും അവരെ കൊണ്ട് വിളമ്പിച്ചു. പ്രൈസ് ദ ലോർഡ്. നുറങ്ങാൻ തയ്യാറാണോ? നമുക്കെല്ലാവർക്കും അനുഗ്രഹം ഇഷ്ടം. എന്നാൽ ചില പ്രതിസന്ധികൾ, ചില പ്രതികൂലങ്ങൾ നമ്മൾ വരുമ്പോൾ വേണ്ടായിരുന്നു, ഇറങ്ങണ്ടായിരുന്നു, പ്രാർത്ഥിച്ചിട്ടും കാര്യമൊന്നുമില്ല, ഇതിന് മറുപടിയൊന്നുമില്ല എന്ന് പറയുന്ന സഹോദരി, നിങ്ങളോട് പറയുന്നു, നീ അനുഗ്രഹിക്കപ്പെട്ടപ്പോൾ ഇതൊന്നും പറഞ്ഞില്ലല്ലോ. നീ അനുഗ്രഹം അനുഭവിച്ചപ്പോൾ നീ അവൻ്റെ കൈക്കകത്തല്ലേ. ഇപ്പോൾ നീ ശോധന അനുഭവിക്കുമ്പോഴും നീ അവൻ്റെ കരത്തിൻ്റെ അകത്താണ്. നിന്നെ അവൻ തള്ളിക്കളയത്തില്ല. നിൻ്റെ കുറവോ നീ തെറ്റുപറ, അവൻ നിന്നോട് ക്ഷമിക്കും. ദൈവത്തിൻ്റെ കരുണ നിൻ്റെ മേൽ വെളിപ്പെടും. നിൻ്റെ തലമുറ നഷ്ടപ്പെടാൻ, നിൻ്റെ കുടുംബം നഷ്ടപ്പെടാൻ, പട്ടിണിയാവാൻ, വഴിയാധാരമാകാൻ, കുടുംബം നഷ്ടപ്പെടാൻ, വീട് നഷ്ടപ്പെടാൻ, സ്ഥലം നഷ്ടപ്പെടാൻ അവൻ അനുവദിക്കത്തില്ല. നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ, നിനക്ക് വേണ്ടി ഇറങ്ങി വരാൻ, നിൻ്റെ തലമുറയ്ക്ക് വേണ്ടി ഇറങ്ങി വരാൻ, നിൻ്റെ കുടുംബത്തിന് വേണ്ടി ഇറങ്ങി വരാൻ, നിൻ്റെ പ്രശ്നത്തെ പരിഹരിക്കാൻ യേശുവിന് കഴിയും. നീ വിശ്വസിക്കുക. ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്ന നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ
നിങ്ങളുടെ സകല പ്രശ്നത്തിനും പരിഹാരമുണ്ടാകാൻ പോകുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, ഈ ദൂതുകളെ വിശ്വസിച്ച് ഏറ്റെടുക്കുന്നവരുടെ ജീവിതത്തിൽ അവരുടെ കുടുംബത്തിൻ്റെ അകത്ത്, അവരുടെ തലമുറയിൽ, അവരുടെ ജീവിത പങ്കാളിയിൽ അത്ഭുതങ്ങൾ നടക്കാൻ പോകുന്നു. അങ്ങനെ സംഭവിക്കട്ടെ. അത്ഭുതങ്ങൾ അവർ ഞെരുക്കങ്ങൾ മാറട്ടെ. ഒത്തിരി പേര് എന്നെ വിളിക്കുന്നുണ്ട്, പാസ്റ്ററേ വലിയ പ്രതിസന്ധി, വലിയ ഞെരുക്കം, ഒരു കാരണവശാലും ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല, ഒരു കാരണവശാലും ഞങ്ങളുടെ കടം വീടും തോന്നുന്നില്ല, ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടും രക്ഷപ്പെടും തോന്നുന്നില്ല പാസ്റ്റർ, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ആമേൻ. നിങ്ങൾ ഈ നെഗറ്റീവ് വാക്കുകളെക്കാൾ പറ, ഞാൻ അനുഗ്രഹിക്കപ്പെടും, ഞാനും എൻ്റെ കുടുംബവും അനുഗ്രഹിക്കപ്പെടും, എൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും, എൻ്റെ ബിസിനസ് അനുഗ്രഹിക്കപ്പെടും, ആമേൻ, എൻ്റെ തലമുറകളുടെ ജോലി അത് അനുഗ്രഹിക്കപ്പെടും, അവരുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടും. നിങ്ങൾ വിശ്വാസത്തിൻ്റെ വാക്കെന്ന് പറഞ്ഞ് ആമേൻ നിങ്ങൾ വിശ്വസിക്കണം. ആമേൻ പറയണം. കർത്താവ് അത്ഭുതം ചെയ്യും, എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യും, എനിക്ക് വേണ്ടി കർത്താവ് അത്ഭുതം ചെയ്തതിനായി സ്തോത്രം എന്ന് പറ. പ്രൈസ് ദി ലോർഡ്. ഓക്കെ, ഈ വിളമ്പിക്കൊടുത്തു കഴിഞ്ഞ് എല്ലാവരും തിന്ന് തൃപ്തി വന്നു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. നിങ്ങൾ ദാരിദ്ര്യം അനുഭവിക്കുന്ന മേഖലകളിൽ നിങ്ങൾക്ക് തൃപ്തി വരാൻ പോകുന്നു. ഏമേ, നിങ്ങൾ ദാരിദ്ര്യം അനുഭവിക്കുന്ന മേഖലകളിൽ നിങ്ങൾക്ക് തൃപ്തി വരാൻ പോകുന്നു. നിങ്ങൾ സാമ്പത്തികത്തിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നോ, തൃപ്തി വരാൻ പോകുന്നു. ആരോഗ്യത്തിൽ നിങ്ങൾ ദാരിദ്ര്യം അനുഭവിക്കുന്നോ, നിങ്ങൾക്ക് തൃപ്തി വരാൻ പോകുന്നു. നിങ്ങൾ കുടുംബജീവിതത്തിൻ്റെ അകത്ത് സമാധാനമില്ലാതെ ദാരിദ്ര്യം അനുഭവിക്കുന്നോ, സമാധാനത്തിൻ്റെ സമൃദ്ധി ഉണ്ടാകാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഏതിലാണോ ദാരിദ്ര്യം അനുഭവിക്കുന്നത് അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് തൃപ്തി വരുന്ന വിധത്തിൽ ദൈവം അനുഗ്രഹിക്കാൻ പോവുക. തൃപ്തി വരുന്ന രീതിയിൽ അനുഗ്രഹം വെളിപ്പെടാൻ പോവുക. നമ്മൾ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരല്ലേ? ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഓക്കെ, അവിടെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഒന്നും കളയില്ല, എല്ലാം പിറക്കിയെടുത്തോളാൻ പറഞ്ഞു. എല്ലാം പെറുക്കിയെടുത്തു. 12 കൊട്ട അവർ നിറച്ചെടുത്തു. 12 ശിഷ്യന്മാരുണ്ട്. 12 ശിഷ്യന്മാർക്കും ഓരോ കൊട്ട വീതം ചുമക്കാൻ. നോക്കി, കാലിക്കൊട്ടയെ തമ്പുരാൻ ചെയ്തു ഇല്ലെന്ന് പറഞ്ഞെടുത്ത് കാലിക്കൊട്ടയെ ദൈവം നിറച്ചു കൊടുത്തു. ആമേൻ. കർത്താവിൻ്റെ കൂടെ നടന്നാൽ, ഈ കർത്താവിനെ സേവിച്ചാൽ, സ്നേഹിച്ചാൽ, കൂടെ നടന്നാൽ, അവൻ്റെ ഇഷ്ടം ചെയ്താൽ, അവൻ്റെ കൂടെ ഇരുന്നാൽ, നിന്റെ കൊട്ടകൾ കാലിയാകാൻ അവൻ അനുവദിക്കത്തില്ല. നിന്റെ കാലിക്കൊട്ടകളെ അവൻ നിറച്ചു തരും. പ്രൈസ് ദി ലോർഡ്. നിന്റെ കാലിക്കൊട്ടകളെ അവൻ നിറച്ചു തരും. ആമേൻ. നിന്നുറക്കം അനുഭവിച്ചതിന് പ്രതിഫലമായി, നിന്നുറുക്കം അനുഭവിച്ചതിനെല്ലാം മറുപടിയായി നിന്റെ കാലിക്കൊട്ടകളെ അവൻ നിറച്ചു തരാൻ പോകുന്നു. ആമേൻ. കാലിക്കൊട്ടയായിട്ടിരിക്കുന്ന കുടുംബമാണോ, ആ കുടുംബത്തെ കർത്താവ് നിറയ്ക്കാൻ പോകുന്നു. കാലിക്കൊട്ടയായി നിൽക്കുന്നതിൻ്റെ തലമുറയാണോ, ആ തലമുറയെ കർത്താവ് നിറയ്ക്കാൻ പോകുന്നു. കാലിക്കൊട്ടയായി നിൽക്കുന്ന നിന്റെ ജീവിത പങ്കാളിയാണോ, ആ ജീവിത പങ്കാളിയെ കർത്താവ് നിറയ്ക്കാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ വിശ്വസിച്ച് നിങ്ങൾ ആമേൻ പറഞ്ഞ ദൂതിനെ സ്വീകരിക്കുക. അത്ഭുത വിടുതൽ നിങ്ങളുടെ കുടുംബത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. അത്ഭുത വിടുതൽ നിങ്ങളുടെ തലമുറകളിൽ സംഭവിക്കാൻ പോവുകയാണ്. അത്ഭുത വിടുതൽ നിങ്ങളുടെ ജീവിത പങ്കാളിയിൽ സംഭവിക്കാൻ പോവുകയാണ്. അത്ഭുത വിടുതൽ നിങ്ങളുടെ സഭയിൽ സംഭവിക്കാൻ പോവുകയാണ്. അത്ഭുത വിടുതൽ നിങ്ങളുടെ ശുശ്രൂഷയിൽ സംഭവിക്കാൻ പോവുകയാണ്. ശുശ്രൂഷയിലെല്ലാം ഒരു വർധനവ് യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാലിക്കൊട്ടയെ കർത്താവ് നിറച്ചു കൊടുത്തു. ആ വിധത്തിൽ അനുഗ്രഹിച്ചു. തിന്ന് തൃപ്തിരായി, ഇത്ര ആയിരക്കണക്കിന് ജനങ്ങൾ തിന്ന് തൃപ്തിരാകുകയും ബാക്കി കൊട്ടകളെ നിറയ്ക്കത്തക്ക വിധം ദൈവം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ മതി എന്ന് പറയുന്നവരെ ദൈവം അനുഗ്രഹിക്കും. ആമേൻ. ഈ യേശുവിൻ്റെ ഒന്ന് വിശ്വസിക്കാൻ തയ്യാറായാൽ മതി. യേശുവിൻ്റെ കൂടെ നീ നടക്കാൻ തയ്യാറായാൽ മതി. നീ ഈ യേശുവിൻ്റെ കൂടെ ഇരിക്കാൻ തയ്യാറായാൽ മതി. നിന്നെ അനുഗ്രഹിക്കും. നിന്റെ തലമുറയെ, നിന്റെ കുടുംബത്തെയും അവൻ അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ദൂത് സ്വീകരിക്കുന്ന, ഈ ദൂതിനെ ഏറ്റെടുക്കുന്ന കുടുംബങ്ങളുടെ, വ്യക്തികളുടെ ജീവിതത്തിൻ്റെ അകത്ത് സമൃദ്ധി വെളിപ്പെടാൻ പോകും. ആമേൻ. അവരനുഭവിക്കുന്ന ഇത് ചിലർ പറയും ഇത് പ്രോസ്പെരിറ്റിയാണ്, ഇത് വേണ്ടാത്തവർ ഏറ്റെടുക്കണ്ട, അതിനങ്ങ് വിട്ടേക്കാം, നീ കേൾക്കുകയും വേണ്ട. പക്ഷേ ഇത് വേണ്ടവരുണ്ട്. ദാരിദ്ര്യത്തിൽ കഴിയുന്നവർ,
മറ്റുള്ളവരുടെ മുമ്പിൽ അവർ നല്ല ഡ്രസ്സ് ധരിച്ച് നല്ല സെറ്റപ്പിൽ പോകുന്നത്, പക്ഷേ അവർ അനുഭവിക്കുന്ന വേദന അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. എന്നെ ഒത്തിരി കുടുംബങ്ങൾ വിളിക്കാറുണ്ട്, ഒത്തിരി കുടുംബങ്ങൾ. പാസ്റ്റർ ഇതൊന്ന് വിറ്റ് കിട്ടിയായിരുന്നെങ്കിൽ, പാസ്റ്റർ ഞങ്ങൾക്ക് ഒരു ജോലി ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഒരു ജോലി കിട്ടിയായിരുന്നെങ്കിൽ. എൻ്റെ പ്രിയരെ, നിങ്ങളിത് വിശ്വസിക്കുക, നിങ്ങളിത് ഏറ്റെടുത്തു. യേശു നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യാൻ പോകുന്നു. അനുഗ്രഹം ഉണ്ടോ? നുറുക്കമുണ്ട്, പക്ഷെ അവൻ കളയത്തില്ല. ആ നുറുക്കിൻ്റെ അകത്ത് ഒരു വർധനവും കൂടെ ഉണ്ടാകാൻ പോകുന്നു. നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ നുറുക്കത്തിൻ്റെ അകത്ത് വർധനവുകളെ ദൈവം സൃഷ്ടിക്കാൻ പോകുന്നു. യേശുവിൻ്റെ നാമത്തിൽ നുറുക്കം അനുഭവിക്കുന്ന കുടുംബങ്ങളുടെ അകത്ത് വർധനവുകൾ ഉണ്ടാകട്ടെ. അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നേക്കാളും അപ്പുറമുള്ള വർധനവുകൾ യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടായി വരട്ടെ. പ്രൈസ് ദി ലോർഡ്. രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ അടുക്കൽ വന്ന സകല രോഗികളെയും അവൻ സൗഖ്യമാക്കി. അവരുടെ ദൈവരാജ്യം പ്രസംഗിച്ചു. അവർക്ക് വേണ്ടത് കൊടുത്തവർ തൃപ്തി വരുത്തി. രോഗികളായി ഒത്തിരി പേർ എന്നെ വിളിക്കുന്നുണ്ട് പ്രാർത്ഥിക്കാൻ. ദൈവമക്കളെ, എന്നെ യേശു സൗഖ്യമാക്കിയതാണ്. എന്നെ യേശു സൗഖ്യമാക്കി. എൻ്റെ സ്പൈനൽ കോഡിളകി കൈ പാരലിസായി പോയ മനുഷ്യനാണ്. എനിക്ക് പൂർണ്ണ ആരോഗ്യം തന്ന എന്നെ സൗഖ്യമാക്കിയ യേശു നിങ്ങളെ സൗഖ്യമാക്കും. നിങ്ങളുടെ ഏത് രോഗത്തെ അവൻ സൗഖ്യമാക്കും. കാരണം അവൻ സൗഖ്യദായകനാണ്. വചനം പറയുന്നു, എൻ്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. വചനം പറയുന്നു, എൻ്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അതിനെ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, അതിനെ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ, എന്നെ സൗഖ്യമാക്കി യേശു നിങ്ങളെ സൗഖ്യമാക്കും. പ്രൈസ് ദി ലോർഡ്. രോഗികളായിരിക്കുന്നവർ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊള്ളുക. ആമേൻ. യേശുവിൻ്റെ നാമത്തിൽ, ആമേൻ. യേശുവിൻ്റെ നാമത്തിൽ, ആമേൻ. രോഗികളായി ഭാരപ്പെടുന്നവർ, വിഷമിക്കുന്നവർ, ആമേൻ, വേദന അനുഭവിക്കുന്നവർ, അവർ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യം അനുഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അവർ സൗഖ്യമാകട്ടെ. അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഏതു വിധത്തിലുള്ള രോഗമാണെങ്കിലും, ഏതു വിധത്തിലുള്ള മാറാ രോഗങ്ങളാണെങ്കിലും, അതിപ്പോൾ ഇത് ഏറ്റെടുക്കുന്നവരെ വിട്ടത് മാറിപ്പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അവർ സൗഖ്യമാകട്ടെ. അത്ഭുത വിടുതൽ ഇപ്പോൾ അവർ ഇരിക്കുന്നിടത്ത് അവർ അനുഭവിക്കട്ടെ. അത്ഭുത സൗഖ്യം, സ്വർഗത്തിൻ്റെ ജീവൻ അവൻ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ വ്യാപരിക്കട്ടെ. പ്രഹാസ്യത്തിന് രോഗസൗഖ്യം മക്കളുടെ അവകാശമാണ്. അന്ന് വിശ്വസിക്കണം. എൻ്റെ അവകാശത്തെ ഞാൻ സ്വീകരിക്കുന്നു. ആമേൻ. അത്ഭുത സാക്ഷ്യങ്ങൾ നിങ്ങൾ കേൾക്കാൻ പോകും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. കടഭാരം അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കടഭാരം അനുഭവിക്കുന്നവർ, ജപ്തിയുടെ വക്കിലായിരിക്കുന്നവർ, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ ജപ്തിയെ ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ ജപ്തികൾ ക്യാൻസലാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അവരുടെ കടഭാരം മാറിപ്പോകട്ടെ. അത്ഭുത വിടുതൽ യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ. അവരുടെ ഞെരുക്കങ്ങൾ മാറട്ടെ. വിശാലത ഉണ്ടാകട്ടെ. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർ, അവർക്ക് യേശുവിൻ്റെ നാമത്തിൽ ജോലി ഉണ്ടാകട്ടെ. കുടുംബസമാധാനമില്ലാത്തവർ, അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കുടുംബത്തിൻ്റെ അകത്ത് സമാധാനവും സ്വസ്ഥതയും ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ. ആമേൻ. എന്നോട് പറഞ്ഞ 1-2 പ്രവചന ശബ്ദങ്ങളെ ഞാൻ കൈമാറുന്നു. ദൈവമക്കൾ പ്രാർത്ഥിക്കുക. കർത്താവ് പറയുന്ന കാര്യങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കട്ടെ. ആമേൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ പ്രവചന ശബ്ദങ്ങൾ അത് ഫേസ്ബുക്കിൽ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. യൂട്യൂബിലും ഉണ്ടായിരുന്ന വീഡിയോ. അത് കേട്ട ദൈവമക്കൾക്കറിയാം. ഇടുക്കി ജില്ലയിൽ ഒരു മലയിൽ വലിയ വിള്ളൽ രൂപപ്പെട്ടിരിക്കുന്നു. ദൈവമക്കൾ പ്രാർത്ഥിക്കുക. ആ വിള്ളലിൻ്റെ അകത്ത് വെള്ളമിറങ്ങി അത് ഇടിഞ്ഞു പോരുന്ന ഒരു സംഭവം കാണുന്നു എന്ന് പറഞ്ഞ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. വീഡിയോ സ്ഥിരമായി വാച്ച് ചെയ്യുന്നവർക്കറിയാം. അത് കഴിഞ്ഞ് പറഞ്ഞു, ഇന്ത്യയിൽ
ഒരു വലിയ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടുകയല്ല, വലിയൊരു മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നു. ദൈവങ്ങൾ ആവശ്യത്തോട് പ്രാർത്ഥിക്കണം. ആ വിഷയം ഏറ്റെടുത്ത് ഈ കഴിഞ്ഞ ദിവസം അടിമാലിൽ നടന്ന മണ്ണിടിച്ചിൽ, ആ സ്ഥലത്ത് നിന്ന് എനിക്ക് എൻ്റെ യൂട്യൂബ് ആൻഡ് കമൻറ്റ് ബോക്സിൽ അവർ മെസ്സേജ് വിട്ടിരിക്കുന്നു. പാസ്റ്റർ ദേവാസൻ പറഞ്ഞ ആ പ്രവചന ശബ്ദത്തെ ഞങ്ങൾ ഏറ്റെടുത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഞങ്ങളെ ദൈവം അത്ഭുതകരമായി അതിൽ നിന്ന് വിടുവിച്ചു. പ്രൈസ് ദ ലോർഡ്. പ്രിയരെ, ഇതിനെ പ്രവചനം തുച്ഛീകരിക്കുന്നവർ തുച്ഛീകരിക്കട്ടെ. സ്വീകരിക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതങ്ങൾ ചെയ്യും. പല കമൻറ്റുകളും വരുന്നവർ തെറ്റായ രീതിയിൽ. ഇതൊന്നും ചില സമയങ്ങളിൽ എനിക്ക് വിഷമം വരും. കർത്താവ്, ഇത് ഇവർക്ക് മനസ്സിലാകുന്നില്ലല്ലോ, ദൈവശബ്ദം കേൾക്കാൻ ഇവർക്ക് പറ്റുന്നില്ലല്ലോ. ഞാൻ പറയുന്നു, നിങ്ങൾക്ക് സ്വീകരിക്കാൻ മനസ്സില്ലെങ്കിൽ സ്വീകരിക്കേണ്ട, നിങ്ങൾ കേൾക്കേണ്ടെന്നേ, വിട്ടേക്ക്. പക്ഷെ ഇത് ഏറ്റെടുക്കുന്നവർ, ദൈവത്തെ ഭയപ്പെടുന്നവർ, ദൈവത്തെ സ്നേഹിക്കുന്നവർ, ദൈവശബ്ദത്തിന് വില കൊടുക്കുന്നവരുണ്ട്. അവർ അനുഗ്രഹിക്കപ്പെടും. അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കും. അവരെ ദൈവം സംരക്ഷിക്കും. ആമേൻ. വീണ്ടും പരിശുദ്ധാത്മാവ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നോട് സംസാരിച്ച 2 പ്രവചന ശബ്ദങ്ങളെ ഞാൻ കൈമാറുന്നു. ദൈവമക്കൾ പ്രാർത്ഥിക്കുക. ഒന്ന്, നമ്മുടെ വയനാടിനെ ഓർത്ത് പ്രാർത്ഥിക്കുക. നമ്മുടെ കേരളത്തിൽ വയനാട് ജില്ലയെ ഓർത്ത് ദൈവമക്കൾ പ്രത്യേകം പ്രാർത്ഥിക്കുക. വയനാട് ജില്ല, ഞാൻ കഴിഞ്ഞ ദിവസം പ്രാർത്ഥിക്കുമ്പോൾ ഒരു വലിയൊരു മലവെള്ളപ്പാച്ചിൽ ഞാൻ കാണുന്നു. കർത്താവേ, ഇതെവിടെയാണ് സംഭവിക്കാൻ പോകുന്നത്? വലിയ ശക്തിയിൽ കുത്തിയൊലിക്കുന്ന ഒരു സംഭവം ഞാൻ കണ്ടു. ഉരുൾപൊട്ടലാണ് ഞാൻ കാണുന്നത്. ഞാൻ കർത്താവ്, ഇത് എവിടെയാണെന്ന് ഞാൻ ചോദിക്കുമ്പോൾ എന്നോട് കർത്താവ് പറഞ്ഞു, വയനാട്ടിലാണ് ഉണ്ടാകാൻ പോകുന്നത്. എന്നാൽ കഴിഞ്ഞ നാളുകളിൽ നടന്ന ആ വലിയ ദുരന്തത്തിൽ നിന്ന് വയനാട് കരകയറിയിട്ടില്ല. അതിൻ്റെ വേദനയിൽ നിൽക്കുന്ന ദേശമുണ്ട് വയനാട്ടിൽ. വീണ്ടും വയനാട്ടിൽ ഒരു ഉരുൾപൊട്ടലുണ്ടാകാൻ പോകുന്നു. ദൈവജനം പ്രാർത്ഥിക്കുക, അതിൻ്റെ തീവ്രത കുറയട്ടെ. അവിടെയുള്ള ജനത്തെ കർത്താവ് സംരക്ഷിക്കട്ടെ. ജനത്തിന് അപകടം ഉണ്ടാകാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അതിൻ്റെ തീവ്രത കുറയാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നീക്കുപോക്ക് ദൈവം തരും തീർച്ചയായിട്ടും. ദൈവമക്കൾ പ്രാർത്ഥിക്കുക. ദൈവം ഇത് മുൻകൂട്ടി അറിയിക്കുന്നുവെങ്കിൽ അതിന് നീക്കുപോക്കൊണ്ട് ദൈവമക്കൾ പ്രാർത്ഥിക്കുക. ഇത് വയനാട്ടിലുള്ള ജനത്തിന് ഷെയർ ചെയ്യുക, അവരിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രാർത്ഥിക്കുക. എന്നോട് ദൈവം പറയുന്നത് ഇങ്ങനെയാണ്, അതിനെ തിരിച്ചറിയാൻ, ഇല്ലെങ്കിൽ ആ സംഭവം ഉണ്ടാകുന്നത് ഏത് സ്പോട്ടിലാണെന്നുള്ള, ഇല്ലെങ്കിൽ ഏത് മലയിലാണെന്നുള്ള മനസ്സിലാക്കാൻ ആ ഉരുൾ പൊട്ടുന്ന ആ സ്പോട്ടിൽ, ഇല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ഏരിയയിൽ ഒരു വലിയ മൂളിച്ച ഉണ്ടാകും. വലിയ മൂളിച്ച, മുഴക്കം ഉണ്ടാകും. അവിടെയുള്ള ജനങ്ങൾ ശ്രദ്ധിക്കുക. സേഫായ സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ മാറുക. ഈ ഉരുൾപൊട്ടൽ നടക്കാൻ പോകുന്ന സ്ഥലത്ത് നിങ്ങൾക്കറിയാൻ പറ്റും, അവിടെയുള്ളവർക്ക് അറിയാൻ പറ്റും, വലിയ മുഴക്കം. ഈ ഉരുൾപൊട്ടിന് മുമ്പ് ഒരു മുഴക്കം ഉണ്ടാകും. ആ മുഴക്കം ജനങ്ങൾ കേൾക്കും. ജനങ്ങൾ ആവശ്യത്തിൽ പ്രാർത്ഥിക്കുന്നത് നടക്കുന്നത് ഒരു പകലായിരിക്കും. ഇത് നടക്കുന്നൊരു പകലാണ്. ദൈവമക്കൾ പ്രാർത്ഥിക്കുക. സ്വർഗം സംരക്ഷിക്കട്ടെ. ജനത്തെ രാത്രിയിലൊക്കെ സംഭവിച്ചു പോയാൽ ജനത്തിന് എങ്ങോട്ടും ഓടാൻ പോലും പറ്റത്തില്ല. പകലാണെങ്കിൽ എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെടും. ദൈവമക്കൾ പ്രാർത്ഥിക്കുക. ആ അനർത്ഥം ഒഴിവാകട്ടെ. കർത്താവ് കരുണ കാണിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാമല്ല. അതിൻ്റെ തീവ്രത കുറയാൻ നമുക്ക് പ്രാർത്ഥിക്കാം. വയനാടിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ നിന്നും വയനാടിനെ കർത്താവ് സംരക്ഷിക്കട്ടെ. ആമേൻ. അത് കഴിഞ്ഞ് പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞ മറ്റൊരു ദൈവശബ്ദം, പ്രവചന ശബ്ദം, അമേരിക്കയിൽ ഫ്ലോറിഡ എന്ന് പറയുന്ന സംസ്ഥാനം, അമേരിക്കയിൽ ഫ്ലോറിഡ എന്ന് പറയുന്ന സ്റ്റേറ്റിൽ അവിടെ വലിയ പ്രകൃതി ദുരന്തങ്ങൾ വീണ്ടും ഒന്നടപെട്ട് ഇടയ്ക്കിടയ്ക്ക് ആ ഒരു സ്റ്റേറ്റിൽ ഉണ്ടാകാൻ പോകും. ഇത് ഈ കഴിഞ്ഞ ദിവസം പകൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിനോട് ഈ കാര്യം സംസാരിച്ചിട്ട് ഞാൻ, കർത്താവേ,
ഇത് ഞാൻ ഒരു 3-4 മാസം മുമ്പും ഈ കാര്യം ഫ്ലോറിഡയെ പറ്റി പറഞ്ഞിരുന്നു. ആ സംഭവം അവിടെ നടന്നു. കർത്താവ് ഇനിയും ഞാനിങ്ങനെ പറയുന്നത് എന്നോർത്ത് ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ കർത്താവിനോട് ഇടപെടുകയാണ്. ആ ദേശത്ത് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ കാണിച്ചു തരികയാണ്. വലിയ കൊടുങ്കാറ്റ്, വലിയ വെള്ളപ്പൊക്കം ഫ്ലോറിഡ എന്ന് പറയുന്ന ആ സ്റ്റേറ്റിലുണ്ടാകാൻ പോകും. അത് ഇടയ്ക്കിടയ്ക്ക് ഈ സംഭവങ്ങൾ അവിടെ സംഭവിക്കാൻ പോകും. ഞാൻ പറയുന്ന കർത്താവേ, ഇത് ഇനിയും അങ്ങനെ ഞാൻ പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ അതൊക്കെ പ്രാർത്ഥന നിർത്തി ഞാൻ ഫോണെടുത്ത് ഞാനിങ്ങനെ പെട്ടെന്ന് ഞാൻ ഫോണെടുത്ത് ഞാൻ നോക്കുമ്പോൾ ഞാൻ ഉള്ള സത്യമാണ് പ്രിയമക്കളെ, ദൈവമക്കളെ ഞാൻ പറയുന്നത്. ഞാൻ എടുത്ത് നോക്കുമ്പോൾ ഫസ്റ്റ് വരുന്ന വീഡിയോ ഫ്ലോറിഡയിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു. ഞാൻ എൻ്റെ പൊന്നു കർത്താവേ, ഞാൻ പറയാം. കർത്താവ് വീഡിയോ എനിക്ക് സൈൻ തരുമായിരുന്നു, ഞാൻ പറയാം. ഞാൻ പിന്നെയും ഇരുന്ന് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എന്നോട് ദൈവാത്മാവ് പറയുന്നത് ഒത്തിരി പ്രയാസമുണ്ട്. ഞാനത് നിങ്ങൾ പറയുമ്പോൾ ദൈവമക്കൾ പ്രാർത്ഥിക്കുക. വർഷത്തിൽ 1-2 സംഭവിക്കുകയല്ല, അവിടെ ഇടയ്ക്കിടയ്ക്ക്, അതായത് അവിടെ ഉള്ള ദൈവജനത്തിനോട് പ്രാർത്ഥിക്കുക. അവിടെയുള്ള മലയാളികളുടെ അടുക്കിലേക്ക് ഇതിനെ ഷെയർ ചെയ്യുക. ആ സംസ്ഥാനം വാസയോഗ്യമല്ലാത്ത വിധത്തിൽ ജനങ്ങൾ അവിടുന്ന് അടുത്ത സ്റ്റേറ്റിലേക്ക് മൂവ് ചെയ്യുന്ന വിധത്തിൽ, അടുത്ത സ്റ്റേറ്റിലേക്ക് അവർ പോകുന്ന വിധത്തിൽ ഉള്ള പ്രകൃതി ദുരന്തങ്ങൾ ഫ്ലോറിഡ എന്ന ആ സ്റ്റേറ്റിലുണ്ടാകാൻ പോകുന്നു. ദൈവമക്കൾ പ്രാർത്ഥിക്കുക. കർത്താവ് സംരക്ഷിക്കട്ടെ, കർത്താവ് സൂക്ഷിക്കട്ടെ. നമുക്ക് ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ പരിശുദ്ധാത്മാവ് പിന്നെ ആ വിഷയത്തെക്കുറിച്ച് പിന്നെ കുറച്ചും കൂടെ ആഴത്തിൽ എന്നോട് ഇടപെടുന്ന സംഭവം. അത് ഏറ്റെടുക്കേണ്ടവർക്ക് ഏറ്റെടുക്കാം, അല്ലാതെ അത് തള്ളിക്കളയാം. സ്വീകരിക്കുന്നവൻ്റെ ജീവിതത്തിൽ അത് ബ്ലെസ്സിങ് ആയിരിക്കും. നിങ്ങൾക്ക് ഇത് കേൾക്കുന്ന ഈ മെസ്സേജ്, ഈ പ്രവചന ശബ്ദം കേൾക്കുന്ന മലയാളികളായ ഫ്ലോറിഡയിൽ താമസിക്കുന്ന ഫാമിലീസിനോട് ഞാൻ പറയുന്നു, പരിശുദ്ധാത്മാവിനോട് കൈമാറിയ ശബ്ദമാണ് ഞാൻ കൈമാറുന്നത്. ഒത്തിരി സ്ട്രഗിൾ ചെയ്താണ് ഞാൻ ഇന്ന് ഇത് റെക്കോർഡ് ചെയ്യുന്നത് തന്നെ. ഒത്തിരി തടസ്സങ്ങൾ ഞാൻ നേരിട്ടു, അതിന് തരണം ചെയ്താണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് നേരത്തെ ആ സ്ഥലത്തു നിന്നും, ആ സ്റ്റേറ്റിൽ നിന്നും മറ്റൊരു സ്റ്റേറ്റിലേക്ക് നിങ്ങൾക്ക് മാറാൻ കഴിയുമെങ്കിൽ, നിങ്ങൾക്ക് പോകാൻ കഴിയുമെങ്കിൽ, നിങ്ങൾക്ക് അവസരം ഒരുങ്ങപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ അവിടുന്ന് പോകുക, നിങ്ങളവിടുന്ന് മാറുക. നിങ്ങൾക്കത് ആർക്കത് വിറ്റിട്ട് പോകുമോ, അല്ലെങ്കിൽ അവിടുത്തെ റൂൾസ് എന്താ അറിയില്ല, ഗവൺമെൻറ്റിന് തന്നെ ആ വീട് നിങ്ങൾ വിറ്റ് നിങ്ങൾ നേരത്തെ അവിടുന്ന് ഒഴിഞ്ഞു മാറുകയാണെങ്കിൽ നിങ്ങൾക്ക് വീട് നഷ്ടപ്പെടത്തില്ല, നിങ്ങൾക്ക് ആ നന്മ നഷ്ടപ്പെടത്തില്ല. നിങ്ങൾക്ക് അടുത്ത ഒരു ഏരിയയിൽ പോയി നിങ്ങൾക്ക് ആ വിലയ്ക്ക് വീട് വാങ്ങി നിങ്ങൾക്ക് താമസിക്കാം. ആമേൻ. ഇവിടെ പരിശുദ്ധാത്മാവ് ഇടപെട്ട കാര്യം ഞാൻ പറയുന്നത്, ബുദ്ധി ഉപദേശിക്കാൻ പരിശുദ്ധാത്മാവിന് പറയുന്നത് എങ്ങനെയാണ്? ജനത്തെ ബുദ്ധി ഉപദേശിക്കുക. നേരത്തെ അവർക്ക് അവിടുന്ന് മാറാൻ കഴിയുമെങ്കിൽ അവിടെ മാറാൻ പറയുക. ഇല്ല എങ്കിൽ അവിടെ സംഭവിക്കുന്നത്, പിന്നെ നിങ്ങളുടെ ആ വസ്തു വാങ്ങിക്കാൻ, ആ വീട് വാങ്ങിക്കാൻ ആരും വരില്ല. കാരണം അതുപോലെ പ്രകൃതി ദുരന്തങ്ങൾ നടക്കുന്ന ഒരു സ്റ്റേറ്റിൽ വന്ന് ആരും പിന്നെ വസ്തു വാങ്ങിക്കത്തില്ല, വീട് വാങ്ങിക്കത്തില്ല. പിന്നെ അത് കഴിഞ്ഞാൽ ഇതൊക്കെ സംഭവിച്ചു തുടങ്ങുമ്പോൾ എല്ലാം ഇട്ടിട്ട് പിന്നെ പോകേണ്ടി വരും. അപ്പോൾ അതിനേക്കാൾ നല്ല, എല്ലാം നഷ്ടപ്പെടുന്നേക്കാൾ നല്ലത് നേരത്തെ അവിടുന്ന് വിറ്റൊഴിഞ്ഞ് മാറുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് നന്മയായിരിക്കും. ആമേൻ. ഇത് പല വിധത്തിൽ ഇതിന് വിമർശനം വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷേ എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞതാണ് ഞാൻ കൈമാറുന്നത്. നിങ്ങൾക്ക് വിശ്വസിക്കാം, സ്വീകരിക്കാം, തള്ളിക്കളയാം. പക്ഷേ ഒന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞ കാര്യം അതിന് മാറ്റം വരുത്തില്ല. ഫ്ലോറിഡയിൽ താമസയോഗ്യമല്ലാത്ത വിധത്തിൽ ജനത്തിന് ഭയങ്കര ബുദ്ധിമുട്ട്
ഭയങ്കര കഷ്ടത ആകുന്ന വിധത്തിൽ ആ സ്റ്റേറ്റിൽ കൊടുങ്കാറ്റും വെള്ളപ്പൊക്കവും ഉണ്ടാകാൻ പോകും. വലിയ പ്രകൃതി ദുരന്തങ്ങൾ അത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഫ്ലോറിഡ എന്ന് പറയുന്ന സ്റ്റേറ്റിൽ, അമേരിക്കയിൽ ഫ്ലോറിഡ എന്ന് പറയുന്ന ആ സ്റ്റേറ്റിൽ ഉണ്ടാകാൻ പോകുന്നു. അവിടെയുള്ള ജനത്തിലേക്ക് നിങ്ങളുടെ ഇത് കേൾക്കുന്ന ജനത്തിൻ്റെ റിലേറ്റീവ്സ് ആരും ഉണ്ടെങ്കിൽ അവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക, അവരോട് ഈ സന്ദേശം അറിയിക്കുക. അവർ തീരുമാനമെടുക്കട്ടെ. നിങ്ങൾക്കും പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് തീരുമാനമെടുക്കാം. നിങ്ങളോട് ദൈവം സംസാരിക്കും. ആമേൻ. ഈ വിഷയങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ഈ 2 വിഷയങ്ങൾ, പ്രവചന ശബ്ദങ്ങൾ, 1 വയനാട്, 2 ഫ്ലോറിഡ, ഈ 2 സ്ഥലങ്ങളെ ഓർത്ത്, അമേരിക്കയിലുള്ള ഫ്ലോറിഡ എന്ന് പറഞ്ഞ ആ സ്റ്റേറ്റിന് വേണ്ടി, കേരളത്തിലെ വയനാട് എന്ന് പറഞ്ഞ ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് കരുണ കാണിക്കട്ടെ, കർത്താവ് മനസ്സറിയട്ടെ. ആ വിഷയത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. അനുഗ്രഹമുണ്ടോ? നുറുക്കമുണ്ട്. നുറുങ്ങപ്പെടുന്നുണ്ടോ? വർധനമുണ്ട്. ഇത് വിശ്വസിക്കുക. നീ വർധനവിലേക്ക് ഇനി എന്നും നിനക്ക് നുറുക്കമല്ല, ഇനി നിൻ്റെ വർധനവിൻ്റെ കാലമാണ്. ആമേൻ പറഞ്ഞേ. ഇനി എൻ്റെ വർധനവിൻ്റെ കാലമാണ്. നുറുക്കത്തിൻ്റെ കാലം കഴിഞ്ഞു. ഇനി എൻ്റെ വർധനവിൻ്റെ കാലമാണ്. എൻ്റെ തലമുറയുടെ, എൻ്റെ കുടുംബത്തിൻ്റെ, എൻ്റെ ശുശ്രൂഷയുടെ വർധനവിൻ്റെ കാലമാണ്. ആമേൻ. ഞാൻ ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ വചനം കേട്ട ജനത്തെ ഞാൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, വലിയ ദൈവപ്രവൃത്തികൾ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ വർധനകൾ ഉണ്ടാകട്ടെ. അങ്ങയോട് ചേർന്ന് നടക്കുന്ന മക്കളായി മാറട്ടെ. കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുന്ന കർത്താവെ ജനങ്ങളായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഈ അന്ത്യ കാലഘട്ടത്തിൽ കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന, വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന മക്കളായി ഇവർ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വരവ് താമസിക്കുന്നുവെങ്കിൽ ഇവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും സംഭവിക്കട്ടെ. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗികൾ സൗഖ്യമാകട്ടെ. ആമേൻ. കഷ്ടതയിരിക്കുന്നവർ അവർ വിടുവിക്കപ്പെടട്ടെ. എല്ലാ വിധത്തിലുമുള്ള സ്വർഗീയ അനുഗ്രഹങ്ങൾ ഇവർക്കുണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.